ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം തമിഴിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ജേഴ്സി ഡേ ആണ്. അപ്പോൾ ഫിഫയൊക്കെ നടക്കുകയാണ്, അടിപൊളിയായിട്ട് നടക്കുകയാണ്. അർജൻറ്റീന ജയിക്കുമോ, സ്പെയിൻ ജയിക്കുമോ, അങ്ങനെ ഒരു ധാരണയും നമുക്കില്ല. ഫ്രാൻസ് ജയിക്കുമോ, ഒന്നും ഒരു ധാരണയും ഇല്ല. അപ്പോൾ നിങ്ങൾ ഏത് ടീമാണ് താഴെ കമൻറ്റിൽ പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ടൈമില്ല. ഞാൻ ഇന്ന് എന്തോ ഭാഗ്യവശാൽ നേരത്തെ എണീറ്റത് കൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ജേഴ്സി ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഐ എം വെരി ക്യൂരിയസ് ടു നോ വാട്ട് ദാറ്റ് പ്രോഗ്രാം ഇസ്. ആൻഡ് ഓൾസോ ഞാൻ കഴിഞ്ഞ ഫിഫയിൽ 10ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. ആൻഡ് 10ാം ക്ലാസ്സിൽ ഏതോ എക്സാമിൻ്റെ സമയത്തായിരുന്നു ഫിഫ ഫൈനൽസ് ഉണ്ടാകുന്നത്. സോ ഇവിടെ പഠിത്തം, അവിടെ ടി വി റൂമിൽ ടി വി കാണാൻ, അങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഓട്ട മത്സരമായിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ എനിക്ക് ആ ഒരു കളി സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഫൈനൽസിൽ ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. എനിക്ക് അർജൻറ്റീന ജയിക്കണം എന്നാണ്. ആൻഡ് ഐ എം ഓൾസോ അർജൻറ്റീന ഫാൻ. ആൻഡ് ഓൾസോ എനിക്ക് CR7 ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പോകേണ്ട കുറച്ച് തീർത്തിയുണ്ട്. അപ്പം നമുക്ക് കോളേജിൽ എത്തിയിട്ട് ആ പരിപാടിയിൽ വെച്ച് കാണാം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കുറേ പുകയും മയയും ഇതൊക്കെ ഉണ്ട്. സംഭവം ഇതൊന്നല്ല, കാറൊക്കെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വന്നതാണ്. ആ ഫ്ലാഗൊക്കെ വെച്ച കാറ് കാണുന്നില്ലേ, അപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വന്നു. സംഭവം 2:30 ആയപ്പോഴേക്കും ഞങ്ങൾക്കൊരു വാർണിംഗ് സിഗ്നൽ പോലെ തന്നിട്ടുണ്ടായി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 2:45 ആയപ്പോഴേക്കും പരിപാടി തുടങ്ങി. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ പാർട്ട് ഓഫ് ദി ഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കാറ്. ഞാൻ അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. മെസ്സിയുടെ ഒരാൾ കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ടായി. പിന്നെ ഇവിടുത്തെ ഡെക്കറേഷൻ ഗൈസ്, ഇതൊന്നല്ല, ഇവിടെ ഭയങ്കര വലിയ സ്പീച്ചും നടക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്ലാഷ് മൂബൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് തന്നെ ആ പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വൻ പ്രസംഗം നടക്കുകയാണ്. നമ്മളുടെ ഫുട്ബോളിൽ ആര് ജയിക്കും, അച്ഛനാരുടെ ടീമിലാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രസംഗം നടക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും കാശുണ്ട്, ഇതിലൊക്കെ നമ്മുടെ മെസ്സിയുടെ പടം ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്ലാഷ് മോബും അതുപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ തുടങ്ങാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്, അടിപൊളിയായിട്ട്. പിന്നെ ഈ ഏരിയയെ പറ്റി പറയുകയും വേണം. കുറച്ചങ്ങ് നീങ്ങി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കുറേ ആൾക്കാരും ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹൈറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാം ക്ലിപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ കണ്ടത് ഈ കുറേ കൊടികളിങ്ങനെ പാറി നടക്കുന്നതാണ്. അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, അങ്ങനെ ഇംഗ്ലണ്ട്, അങ്ങനെ കുറേ ടീംസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ കൊടികൾ പാറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനതൊന്ന് ക്യാപ്ചർ ചെയ്തു. പിന്നെ കുറേ അധികം അർജൻറ്റീന ഫാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ ബ്ലൂ ജേഴ്സീസ് ഞാൻ കൂടുതലും കണ്ടത് തന്നെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലോട്ട് അടുക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ ഫോണൊക്കെ തറയെ വീഴുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ അത്രയും തിങ്ങി നള്ളി സ്റ്റുഡൻസ് അവിടെ നിൽക്കുകയാണ്. മീറ്റിങ്ങും ഉണ്ട്, പാട്ട്. ഇപ്പോൾ ഈ സമയത്ത് പാട്ട് നടക്കാതെ എല്ലാവരും തുള്ളിച്ചാടുണ്ട് അവിടെ കിടന്നും, കൊടിയൊക്കെ പൊക്കി അങ്ങനെ. പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം കാരണം ഗൈസ് എനിക്ക് പാട്ടിടാൻ പറ്റില്ല. ഭയങ്കര ഒരു സാഡ് അവസ്ഥയാണ്. പിന്നെ ഒരു കാറിനെ കണ്ടു കിട്ടി, ഞാൻ വെറുതെ വിട്ടില്ല. പക്ഷെ വലിയ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസമുണ്ടായി. പിന്നെ എന്നെ കാണിക്കണ്ടേ, ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. അപ്പം ഇതാണ് എൻ്റെ അവസ്ഥ. പൊരിയും വെയിലായിരുന്നു, ചുട്ടുപൊള്ള വെയിലത്തായിരുന്നു ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടെടുത്ത് പുഴുകി. പിന്നെ ഒരു കാറ് കണ്ടു ഫ്ലാഗ് വെച്ചിട്ട്, നല്ല രസമുണ്ടായി. പിന്നെ അവിടെ റൊണാൾഡോയും മെസ്സി ഇങ്ങനെ സംസാരിക്കണം കണ്ടപ്പോൾ ഒരു കുട്ടി ആകാംക്ഷ തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെയും അവിടെ പാട്ടുകളുടെ മേളമായിരുന്നു, പാട്ടുകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് മറ്റേ നമ്മുടെ കൊച്ചി രാജാവിലത്തെ പാട്ടായിരുന്നു. പക്ഷെ വെക്കാൻ പറ്റില്ല. എന്നാലും കുറേ തുള്ളിച്ചാട്ടം. ഞാൻ എൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി, പക്ഷെ ഒട്ടും പറ്റിയില്ല, പോയി. പക്ഷെ അതുപോലെ തന്നെ തിരിച്ച് വരേണ്ടി വന്നു. എനിക്ക് അങ്ങോട്ട് ഉള്ളിൽ കയറാനും പറ്റണില്ല, എന്നാൽ ഉള്ളിൽ കയറിയാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ്. കണ്ടില്ലേ, എല്ലാ ചേട്ടന്മാരും കൂടി ഡാൻസ് കളിച്ച് തകർപ്പൻ പെർഫോമൻസ് ആയിട്ട് ചാടുന്നത് എല്ലാവരും. ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ചെറുതായി ഒന്ന് പെട്ടുപോയി. എന്ത് ചെയ്യാനാ അതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഈ പോപ്പിങ്ങിൻ്റെ ഒരു സാധനം കണ്ടു.
പിന്നെ ഇതിന് പുറകുന്ന് ഞാൻ അനങ്ങിയിട്ടില്ല. കുറേ നേരം ഈ വണ്ടിയുടെ പുറകെ തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടി ഇത് എപ്പോഴാണ് പൊട്ടിക്കുക. കാരണം 2-3 പ്രാവശ്യം ഇത് പൊട്ടിച്ചു. പക്ഷെ പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ദൂരത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കിതിങ്ങനെ മേലേന്ന് പറന്ന് വീണത് കാണാൻ മാത്രം പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു ശരി ഇതിനടുത്ത് പോയി നിൽക്കാം. പക്ഷേ ഒരു 1-1.5 മണിക്കൂർ ഞാൻ എൻ്റെ പുറകെ പോയി നിന്ന്. ഒരാളും പൊട്ടിച്ചില്ല, ഒന്നും ചെയ്തില്ല. എൻ്റെ ഇടയിൽ കൂടെ ഫ്ലാഷ് മോബ് ഉള്ളതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. എടാ അതാ ഫൈനലി പൊട്ടിച്ചു. കാരണം നല്ല രസമുള്ള ഒരു ഫ്രെയിമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ തന്നെ മൂട്ടി പോയി നിന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എൻ്റെ തലമണ്ടയിലാണ് ഇതൊക്കെ ഫുള്ളും വീണത്. എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എറിഞ്ഞ് കളിക്കലായിരുന്നു എൻ്റെ പരിപാടി, കണ്ടില്ലേ. ആ പാട്ടിൻ്റെ ഇതിലെല്ലാവരും തകർപ്പന ഡാൻസ് കളിയാണെന്ന് വെച്ചാൽ നമുക്ക് എൻജോയ്മെൻ്റ് ആണല്ലോ. മെയിൻലി കോളേജ് ഡേ, ഫിഫ ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നല്ല രസമുണ്ടായി. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ ഈ സാധനം എടുത്ത് ഫുൾ കളിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നത് ക്യാപ്ചർ ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവനിങ്ങനെ സംഭവം ഇവൻ ഈ പേപ്പർ എടുത്തിട്ട് ഫുൾ എറിയും, എന്നിട്ട് ഇത് ഫുൾ ആകാശത്തു കൂടി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ 3rd ഫ്ലോറൊക്കെ വരെ എത്തി ഈ സാധനം. പക്ഷെ മേലെ പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പറന്ന് കളിക്കാനായിട്ട്. അവസാനമൊക്കെ ആയപ്പോഴേക്കും ചത്ത അവസ്ഥയായി. ബാഗൊക്കെ തൂക്കി എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കാരണം നമ്മൾ വെയിലത്ത് അങ്ങനെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓട്ടോറിൽ കളിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. പക്ഷെ ഡാൻസുകൾ കഴിഞ്ഞിട്ടാണ് മക്കളെ എല്ലാം മനസ്സിലാവുക. ചത്തു മനുഷ്യൻ. അങ്ങനെ ഫൈനലി ബസ്സിൽ കയറി. എപ്പോൾ പോകുമ്പോഴും ബസ്സിൽ പട്ടി പോസ്റ്റ് ആവാറാണ്. പോരാത്തതിന് ഇന്നാണെങ്കിൽ നല്ല ബ്ലോക്ക്, സഹി കിട്ടും മനുഷ്യൻ. അമ്മാരി പട്ടി പോസ്റ്റായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റാമ്പൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ഇട്ട് ചുമ്മാ പരീക്ഷ നോക്കാമെന്ന്. ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി. ഒരു വിധം നല്ല ഉറക്കം വരുന്നുണ്ട്. അമ്മാരി ഇതായിരുന്നു, ഒരു പരിപാടിയായിരുന്നു. ഇറ്റ് വാസ് സോ സൂപ്പർ. നല്ല രസമുണ്ടായി ജേഴ്സിയുടെ. പിന്നെ ഒന്നാമത്തെ കാര്യം കോളേജിൽ നിന്ന് എൻ്റെ ഇവിടെ വരാനായിട്ട് തന്നെ 1 hour ട്രാവലുണ്ട്. അവിടുന്ന് ഞാൻ 2 കിലോമീറ്റർ സൈക്കിളിൽ പോവുകയാണെങ്കിൽ സൈക്കിളിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ നടന്ന് വരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് സൈക്കിളിലാണ് വന്നത്. പക്ഷേ ഒരു കുന്ന് സാധനമുണ്ട് എൻ്റെ ബാഗിലാണേലും എല്ലാം ആണേലും. അപ്പോൾ നമ്മൾ പോയി തിരിച്ച് വരുമ്പോഴേക്കും ഒരു അമ്മാരി ടയേർഡ്നെസ്സും ഉണ്ടാവും. പിന്നെ അവിടുത്തെ അടിയിലെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായി. അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. അതുപോലെ പോർച്ചുഗൽ, അർജൻറ്റീനയുടെ കാറൊക്കെ നിങ്ങൾ കണ്ടോ, സെറ്റ്. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് ഈസ് മറ്റേ ആ പേപ്പറില്ല ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടിയിൽ പോയി നിൽക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ അതൊക്കെ അടുത്ത് കിട്ടി. അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ കുറേ നേരം തുള്ളാൻ പറ്റി, ഡാൻസ് ഉണ്ടായി, പാട്ടുണ്ടായി, എല്ലാം ഉണ്ടായി. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരെക്കും ബൈ ബൈ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്.